ഹായ്, ഞാൻ ഡോക്ടർ സവ്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ കോർണിയ ആൻഡ് റിഫ്രാക്റ്റീവ് സർജനാണ്. എന്താണ് കെറട്ടോകോണസ്? കൃഷ്ണമണിയുടെ ഇൻഹറൻ്റ് ആയിട്ടുള്ള ഒരു ബലഹീനത കാരണം കൃഷ്ണമണി മുന്നോട്ട് കോണിക്കലായി വരികയും തന്മൂലം കൃഷ്ണമണിയുടെ കട്ടി കുറയുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് കെറട്ടോകോണസ് എന്ന് പറയുന്നത്. ഇതിനുള്ള കാരണങ്ങൾ നമ്മൾക്ക് പൂർണ്ണമായി തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ലെങ്കിലും അലർജി മൂലം കണ്ണുകൾ സ്ഥിരമായി റബ്ബ് ചെയ്യുന്ന ആളുകളിലും കണ്ണിൽ പ്രഷർ വരുന്ന രീതിയിൽ കമന്നു കിടന്നിറങ്ങുന്ന ആളുകളിലുമാണ് ഇത് കൂടുതലായി കണ്ടുവരാറുള്ളത്. കൂടാതെ പാരമ്പര്യമായി നിങ്ങളുടെ സഹോദരങ്ങൾക്കോ മറ്റോ ഈ ഒരു അസുഖമുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു അവസ്ഥ വരാനുള്ള സാധ്യതകളുണ്ട്. പ്രധാനമായും 35 വയസ്സിന് താഴെയുള്ള ആളുകളിലാണ് ഈ ഒരു അവസ്ഥ കണ്ടുവരുന്നത്. നിങ്ങളുടെ കണ്ണാടിയുടെ പവർ ഫ്രീക്വൻ്റായി ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, രാത്രിയിൽ വണ്ടി ഓടിക്കുമ്പോൾ ഗ്ലെയർ, ഹാലോസ് തുടങ്ങിയവ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കണ്ണാടിയിൽ സിലിണ്ടർ പവർ അല്ലെങ്കിൽ അസ്റ്റിഗ്മാറ്റിസം വളരെ കൂടുതലായിട്ടുണ്ടെങ്കിൽ, അതല്ല കണ്ണാടി വെച്ചിട്ടും പൂർണ്ണമായിട്ട് കാഴ്ച കിട്ടാതിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ഒരു നേത്രരോഗ വിദഗ്ധനെ കാണുകയും കണ്ണുകളുടെ വിശദമായ പരിശോധനകളിലൂടെയും കൃഷ്ണമണിയുടെ സ്കാൻ ചെയ്യുന്നതിലൂടെയും ഈ അസുഖമുണ്ടോ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ ചികിത്സാ രീതി: ബലക്കുറവുള്ള കൃഷ്ണമണിയെ ബലപ്പെടുത്തുന്നതിനായി കൊളാജൻ ക്രോസ് ലിങ്കിങ് എന്ന ഒരു പ്രൊസീജിയറും അതിനുശേഷം കാഴ്ചയുടെ ഇംപ്രൂവ്മെൻറ്റിനായി കണ്ണാടിയോ കോൺടാക്ട് ലെൻസോ കൊടുക്കുകയാണ് സാധാരണയായി ഇതിൽ ചെയ്യാറുള്ളത്. ഇതുകൂടാതെ രോഗം ഒരു പരിധി വിട്ട് കൂടുകയും കൃഷ്ണമണിയുടെ കട്ടി ഒരു പരിധിയിൽ കവിഞ്ഞ് കുറഞ്ഞിട്ടുമുണ്ടെങ്കിൽ ആ കൃഷ്ണമണി മാറ്റിവെക്കുക അഥവാ കോർണിയൽ ട്രാൻസ്പ്ലാന്റേഷൻ സർജറിയും വേണ്ടി വന്നേക്കാം. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളും ചികിത്സാ രീതികളും അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലുകളിൽ ലഭ്യമാണ്.